ഡോക്ടർ കെ പി പ്രേംകുമാർ, നോക്കൂ, ഞാൻ ചോദിച്ചതും അതുതന്നെയാണ്. ഈ നാട്ടിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളുമായിട്ടും പലതരത്തിലുള്ള ആരോപണങ്ങളൊക്കെ പല കാലങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. പലതരത്തിലുള്ള സമീപനങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ട്. പലരും വ്യത്യസ്തമായ നിലപാടുകൾ എടുക്കുന്നത് ഇടതുപക്ഷത്തു നിന്ന് തന്നെയാണ് എന്നുള്ളത് നമുക്കൊക്കെ മുമ്പിൽ തെളിവുകളും ഉണ്ട്. പക്ഷെ അതൊന്നും പോരാ, അതിനപ്പുറത്തേക്ക് പോകേണ്ടതുണ്ട്. ഞങ്ങൾ മാതൃക കാണിക്കുന്നവരാണ്, ഞങ്ങൾക്ക് ചില നിലപാടുകൾ ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞ് സമരം നടത്തി റോഡിലിറങ്ങിയ കോൺഗ്രസ്സുകാർ ഇപ്പോൾ അവർക്ക് അത്തരത്തിലൊരു അനുഭവം ഉണ്ടായപ്പോൾ കാണിച്ചതാണ് മാതൃക എന്ന് ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അവരെടുത്ത മാതൃക പക്ഷേ ആ മാതൃകയിൽപ്പെട്ട ഒരാൾക്ക് ശിക്ഷയാണോ കിട്ടിയിരിക്കുന്നത് എന്ന് സംശയമുണ്ടാകുന്ന രീതിയിൽ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ തെളിവുകൾ വന്നുകൊണ്ടിരിക്കുന്നു, പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. കെ പി സി സി അധ്യക്ഷനാണെങ്കിലും UDF കൺവീനറാണെങ്കിലും കൊടിക്കുന്നിൽ സുരേഷിനെ പോലുള്ളവരൊക്കെ ആണെങ്കിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെയാണ് നമുക്ക് വിശദീകരിക്കാനാകുന്നത്. ഇത് എന്ത് തരത്തിലുള്ള മാതൃകയായിട്ടാണ് താങ്കൾക്ക് തോന്നുന്നത്? അതായത് ഞാനിതിനെ കുറച്ചുകൂടെ പെർസ്പെക്റ്റീവിൽ നിന്ന്, കുറച്ചുകൂടി ഡിസ്റ്റൻസ് നിന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ്. രണ്ട് മുന്നണികൾ, പാർട്ടികൾ തമ്മിലുള്ള തർക്കം എന്നുള്ളതിനേക്കാൾ കൂടുതൽ അങ്ങനെ ഒരു മാതൃകയൊന്നും കോൺഗ്രസ് എടുത്തിട്ടില്ല. കോൺഗ്രസിന്റെ 2 MLA സ്ത്രീ പീഡന കേസിൽ പ്രതികളായിട്ടുള്ള ആൾക്കാർ നിയമസഭയിൽ ഇരിക്കുന്നുണ്ട്. LDF ഉള്ള ഒരു MLA ഇതേപോലെ സ്ത്രീ പീഡന കേസിൽ ഫൈനൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ട് കോടതി നടപടികൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. 2+1 എന്നുള്ളതാണ് നിലവിലുള്ള സിനാരിയോ. ഇപ്പം ഇയാൾ പറയുന്നു, KPCC പ്രസിഡന്റ് പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തിലും കൂടെ നിയമസഭയിൽ ഉണ്ടാവും. അപ്പൊ 3+1 എന്നാവും. അങ്ങനെ പ്രത്യേക നിലപാടൊന്നും കോൺഗ്രസ് മുന്നേ എടുത്തിട്ടൊന്നുമില്ല, അതിൽ കാര്യമൊന്നുമില്ല. പക്ഷേ ഈ ഒരു കോണ്ടെക്സ്റ്റിനെ ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഞാൻ ആദ്യമേ പറയുന്നതാണത്. കാരണം ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ സൈക്കോപ്പത്ത് ആണെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് കഴിഞ്ഞ 5 വർഷമായിട്ട്, എനിക്കറിവുള്ള കാര്യം വെച്ചാൽ 5 വർഷമായിട്ട് ഇതേ ക്രൂരതകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പാർട്ടിൻ്റെ അകത്തുള്ള പലർക്കും ഇത് അറിയാവുന്നതാണ്, പലരോടും പരാതി പറഞ്ഞിട്ടുള്ളതാണ്. മാധ്യമപ്രവർത്തകർ ഇതിന് ഇരയായിട്ടുണ്ട്, മാധ്യമപ്രവർത്തകർക്കും ഈ കാര്യങ്ങൾ അറിയാം. പക്ഷെ ആരും പുറത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം 1.5 മാസം മുമ്പാണ് ആദ്യമായിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് ഇത് വന്നത്. അന്ന് തന്നെ ഇതിൻ്റെ അകത്ത് അറിയാതെയോ അറിഞ്ഞോ ഇറങ്ങിപ്പോയൊരു മനുഷ്യനായിരുന്നു ഞാൻ. എനിക്കെതിരെ അതിഭീകരമായ തെറിവിളികളും ഭയങ്കരമായ വീഡിയോസും ഒക്കെ വന്നിട്ടുണ്ട്. എന്നാലും ഞാൻ പറയുന്നു, എനിക്ക് മറുപക്ഷത്തിൻ്റെ കാര്യത്തിൽ പ്രതീക്ഷയാണുള്ളത്. കാരണം രാഹുൽ ഗാന്ധി തന്നെയാണ് കോൺഗ്രസിന്റെ നേതാവ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതായത് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഇങ്ങനത്തെ ഒരു സൈക്കോപ്പത്ത് ആണെന്നുള്ളതുകൊണ്ട് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ മറ്റ് നേതാക്കളോ അതിലുള്ള വനിതാ പ്രവർത്തകരോ വനിതാ നേതാക്കളോ വനിതകളോ അങ്ങനെയായി എന്ന് വിശ്വസിക്കാൻ തൽക്കാലം എനിക്ക് നിർവാഹമില്ല. കാരണം ഇത് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ഒരു ശുദ്ധീകരണ പ്രക്രിയയാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അടൂർ പ്രകാശിന്റെ പ്രസ്താവനയോട് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റില്ല, സണ്ണി ജോസഫിന്റെ പ്രസ്താവനയോട് യോജിക്കാൻ പറ്റില്ല. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്, കോൺഗ്രസിന്റെ പ്രസിഡന്റ്, UDF കൺവീനർ 3 പേരും പറഞ്ഞ വൃത്തികേട് തന്നെ, ഒരു തർക്കമില്ല കാര്യത്തിൽ. പക്ഷേ ആ വൃത്തികേടിന്റെ കൂടെ നിൽക്കുന്നില്ല കേരളത്തിലെ കോൺഗ്രസിലെ 90% ആളുകളും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെ വിശ്വസിക്കുന്നു. മാങ്കൂട്ടം എന്നുള്ള സൈക്കോപ്പത്ത് ക്രിമിനൽ എല്ലാ ക്രിമിനലുകളും ചെയ്യുന്നത് പോലെ ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിനുള്ളിൽ നിന്ന് പുറത്ത് കടന്നിട്ട് പിന്നെയും അങ്ങനെ ജീവിക്കാമെന്നുള്ളൊരു വിചാരത്തിൽ പുറത്ത് കടന്നതുപോലെ അയാൾ ഇപ്പോഴും അതിനൊന്ന് റിഗിൾ ചെയ്യാനുള്ള സകല കളികളും കളിക്കുന്നുണ്ട്. അയാൾ പലരെയും ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ആ ഭീഷണിക്ക് വഴങ്ങിയിട്ട് പലരും അയാൾക്കെതിരെ പറയാതിരിക്കുന്നുണ്ട്. പക്ഷേ ഷാഫി പറമ്പിലിന് പോലും അയാളെ ചേർത്ത് പിടിച്ച് കേരളത്തിൽ നിൽക്കാൻ പറ്റില്ല എന്നും ആ തിരിച്ചറിവ് അവർക്കുണ്ട് എന്നും വിചാരിക്കുന്നു ഞാൻ. അതുകൊണ്ട് ഇദ്ദേഹം കുറച്ചും കൂടി റിഗിൾ ചെയ്തുകൊണ്ടിരിക്കും, കുറച്ചുകൂടെ എന്താ പറയുക കുതറിക്കൊണ്ടിരിക്കുമെന്നല്ലാതെ അത് കോൺഗ്രസിനകത്തോ കേരളത്തിലെ പൊളിറ്റിക്സിനകത്തോ ഒരു കാരണവശാലും വിജയിക്കാൻ പോകുന്നില്ല എന്ന് വിചാരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി വളരെ കൃത്യമായിട്ട് പറയുണ്ടായി, ഏതെങ്കിലും പെൺകുട്ടികൾ പരാതിയുമായി വന്നാൽ സർക്കാർ അവരുടെ കൂടെ ഉണ്ടാവും എന്നുള്ളത്. ക്രൈംബ്രാഞ്ചിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു. അവർ പരാതിക്കാരികളെ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നു, അവരുടെ സ്റ്റേറ്റ്മെന്റ്സ് എടുക്കാൻ പോകുന്നു. വനിതാ കമ്മീഷൻ ഇതിൻ്റെ അകത്ത് ഇടപെട്ടിരിക്കുന്നു, സ്വമേധയാ കേസ് എടുത്തിരിക്കുന്നു. പല പെൺകുട്ടികളും പരാതി കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പക്ഷേ അത്ര എളുപ്പമുള്ള കാര്യമല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ. നമ്മളടക്കം, ഞാനും നിങ്ങളും അടക്കമുള്ള ആളുകൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ പതിവ് ശീലങ്ങൾ വല്ലാതെ ഉണ്ടാകും. ആരാണ് ആ പെൺകുട്ടി എന്ന് അറിയാനാണ് 99% ആളുകൾക്കും ഇഷ്ടം. ആ പെൺകുട്ടിയെ കാണാനാണ് നമുക്കൊക്കെ ഇഷ്ടം, ഈ ക്രൂരനായിട്ടുള്ള ആളുടെ കഥ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ. ഏറ്റവും എക്സ്ട്രീം ആണെന്ന് പറയുന്ന ഇടതുപക്ഷം പഠിപ്പിക്കുന്ന ഫെമിനിസം പഠിപ്പിക്കുന്ന ഫെമിനിസ്റ്റുകൾ പോലും എന്താ പറയുക, മാർപ്പാപ്പയെ വെല്ലുന്ന രീതിയിലുള്ള രാഹുലിന്റെ ചിത്രങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതാണ്, ഈ പെൺകുട്ടികളെ വിഷകന്യക എന്ന് വിളിക്കുന്ന ആളുകളാണ് പോസ്റ്റ് മാർക്സിസ്റ്റ് കവികൾ. ഇങ്ങനെയുള്ളൊരു കേരളമാണിത്. ഒരൊറ്റ സാഹിത്യകാരനും ഇയാൾക്കെതിരെ പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല.